ഹായ് ഗൈസ്, ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് OTT റിലീസല്ല. ഇന്നും ഞാൻ പറയാൻ പോകുന്നത് ഇപ്പോൾ തിയേറ്ററിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ED എക്സ്ട്രാ ഡീസൻറ്റ്. അത് സുരാജ് വന്നാർമൂട് കേന്ദ്ര കഥാപാത്രമായി അവതരിപ്പിച്ച അത്യാവശ്യം നല്ലൊരു ലെവലിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫിലിമാണ്. അതെ ED പടം ഒരു ചെറിയൊരു ഇതിൽ പറയുകയാണെങ്കിൽ, ചെറിയൊരു റൂട്ടിൽ പറയുകയാണെങ്കിൽ പടം കുഴപ്പമില്ല, കണ്ടിരിക്കുക. തിയേറ്റർ വൈസ് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു പടം തന്നെയാണ് എക്സ്ട്രാ ഡീസൻറ്റ്. അതിൽ കാര്യമായിട്ട് പറയാനുള്ളത്, സുരാജ് വന്നോട് ഇത്രയും കാലം കുറേ മുന്നേ ഫസ്റ്റ് കോമഡി നടനായി വന്ന്, പിന്നെ കോമഡി ട്രാക്കിൽ നിന്ന് മാറി സീരിയസ് റോൾ, ക്യാരക്ടർ റോൾ, പിന്നെ അത് തുടർച്ചയായിട്ട് അതന്നെ ആയിരുന്നു. കുറേ കാലങ്ങളായിട്ട് സുരാജ് വന്നാർമൂട് ഈ ക്യാരക്ടർ പിടിച്ച് കണ്ട് മടുത്തു എന്ന് തന്നെ പറയാം, സുരാജ് വന്നാർമൂടിൻ്റെ ക്യാരക്ടർ റോൾ. കാരണം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സുരാജ് ആ ലെവലിലുള്ള ആളായിരുന്നില്ല. അപ്പോൾ അതിൽ നിന്നൊരു വ്യത്യസ്തമായിട്ട് പിന്നെ ഈ കൊല്ലം ഇറങ്ങിയ പല സിനിമകളിലും വെറൈറ്റി ആയിട്ടാണ് പിടിച്ചിട്ട് ഓരോ ക്യാരക്ടർ വരുന്നത്. അപ്പോൾ അതിൽ കുറച്ചൊരു സന്തോഷമുണ്ട്. കാരണം കുറച്ചൊരു ഇതുണ്ട്, കാണാനൊരു രസമുണ്ട്. പണ്ടത്തെ സുരാജിൻ്റെ ആ ചളി കോമഡി അല്ല ഞാൻ ഉദ്ദേശിച്ചത്. സുരാജ് വന്നാർമൂടിൻ്റെ ഈ ഒരു സിനിമയിലുള്ളത് ഒരു വ്യത്യസ്തമായ ഒരു കോമഡിയാണ്. അതായത് നമുക്ക് തിരിയാൻ പറ്റാത്ത ഒരു കോമഡിയില്ല. കാണുമ്പോൾ ഒരു സീരിയസ് ആണ്, പക്ഷെ എന്താ, അതൊരു കോമഡിയാണ്. അതായത് അതിൻ്റെ ഒരു ബ്ലാക്ക് ഹ്യൂമർ കോമഡി, മനസ്സിലായി? ആ ലെവലിലുള്ള കോമഡിയാണ് അവതരിപ്പിച്ചത്. അതായത് ഒരു ഫാമിലീൻ്റെ അകത്ത് ആയിരിക്കാം സൈക്കോ എന്ന് വെച്ചാൽ എല്ലാവർക്കും സൈക്കോ എന്ന് തന്നെ തോന്നിപ്പോകും കണ്ടുകഴിഞ്ഞാൽ. പക്ഷേങ്കിൽ ആ ഒരു ഫ്ലോയിൽ ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ ഫസ്റ്റ് ഹാഫ് വരെ ചെറിയൊരു ലാഗ് എന്നല്ല, നമുക്കൊരു അതിൻ്റെ അകത്ത് തന്നെ എൻഗേജ് ചെയ്ത് ഇരുന്ന് കഴിഞ്ഞാൽ സംഭവം കിട്ടും. സെക്കൻഡ് ഹാഫിലും അടിപൊളിയായിരുന്നു, നല്ല സൂപ്പറായിട്ട് പോയിരുന്നു സിനിമ. ക്ലൈമാക്സ് ഈ സിനിമക്ക് അനുയോജ്യമായ ഒരു ക്ലൈമാക്സ് തന്നെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ സുരാജ് വന്നാറോട് ഈ വീട്ടിൽ തന്നെ കേട്ടിട്ട് വീട്ടിൽ തന്നെയുള്ള ഒരു ഡീസൻറ്റും പോരാ, അതുക്ക് മേലെ, അതാണ് ആ ഫിലിമിൻ്റെ പേര്, അതുക്ക് മേലെ എക്സ്ട്രാ ഡീസൻറ്റ്. ആ ലെവലിലുള്ളൊരു മകനാണ്. അപ്പോൾ അച്ഛനായിട്ട് അഭിനയിച്ചിരിക്കുന്നത് സുധീർ കരമന. പിന്നെ നമ്മളെ ഇതിനകത്തുള്ള മാടമ്പള്ളിയിലെ ആ ഒരു റൂട്ടിൽ പെട്ടെന്ന് തോന്നിപ്പോവും. ഇതിൻ്റെ അകത്ത് ആരിക്കാണ് ശരിക്കും, അതായത് മണിച്ചിത്രത്താണ് ആരിക്കാണ് ശരിക്കും പച്ചമലയാളത്തിൽ പ്രാന്ത് എന്ന് തിരിയില്ലല്ലോ. അതേമാതിരി ഈ സിനിമ കണ്ട ഇത് ആരിക്കാ, അച്ഛനാ ഭ്രാന്തല്ല, അമ്മക്കാ ഭ്രാന്തല്ല, ഇവനാ ഭ്രാന്ത്, അങ്ങനെ ഒരു തോന്നിപ്പോ. അതായത് അത് ആ കോമഡി ലെവലിൽ തന്നെ കൊണ്ടുപോവുകയും ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് നമുക്കൊരു എന്താ ഇത് അങ്ങനെ ചളി കോമഡി ആയി തോന്നും ചെയ്യില്ല. ഇതിൻ്റെ അത് കോമഡി ഉണ്ട്, ഗ്യാരണ്ടിയാണ്. കോമഡി ഉദ്ദേശിക്കുന്നത് ബ്ലാക്ക് ഹ്യൂമർ കോമഡിയാണ്. ആ ഒരു രസത്തിലുള്ള ഒരു കോമഡിയാണ്. കണ്ടിരിക്കുക പടം, കണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ആ ജോണറിൽ ആ ഒരു കുറേ കാലത്തിന് ശേഷം, കുറച്ച് കാലങ്ങൾക്ക് ശേഷം തന്നെയാണ് ഒരു നല്ലൊരു കോമഡി എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇരുന്ന് സൂക്ഷിച്ച് തന്നെ ഇതെന്ന സംഭവം. ആ ലെവലുള്ള ഒരു സൈക്കോ കോമഡി. അതായത് ചെയ്യുന്ന എല്ലാം സീരിയസ് ആയിട്ടാണ് ചെയ്യുന്നുണ്ടാവും, പക്ഷേങ്കിൽ അത് പുറമേ നിന്ന് കാണുമ്പോൾ ഒരു കോമഡി ആയിട്ട് ചിലപ്പം തോന്നിപ്പോവും. പിന്നെ ഒരു മാറ്റമുണ്ട്, ആ മാറ്റത്തിൽ നിന്ന് കൊണ്ടുപോകുന്നതാണ് കഥേൻ്റെ ഒരു ചെറിയൊരു ഇങ്ങനെ പോക്ക്. പറയുന്നില്ല, അങ്ങനെയല്ലാന്ന് ഈ സിനിമ എടുത്തു വെച്ചിരിക്കുന്നത്. എന്തായാലും എല്ലാം കൊള്ളാം. ഡയറക്ഷൻ ആയാലും ഓക്കെ. സുരാജ് വന്നാർമൂടിൻ്റെ ഫുൾ ക്ലീൻ ഷേവെല്ലായിട്ട് ഒരു ആവറേജിനും ഒരു ഇഞ്ച് മേലെ കിടക്കുന്ന ഒരു പടം തന്നെയാണ് ED, അതായത് എക്സ്ട്രാ ഡീസൻറ്റ്. അതുകൊണ്ട് തന്നെയാണ് ആ പേരും കൊടുത്തിട്ടുള്ളത്, ED എന്ന് പറഞ്ഞ പേര്, എക്സ്ട്രാ ഡീസൻറ്റ് എന്ന് പറഞ്ഞാൽ. സുരാജേട്ടൻ്റെ കുറേ കാലത്തിന് ശേഷം ഒരു നല്ലൊരു ഫിലിം. അതായത് അങ്ങനെ വിചാരിച്ചവർ കുറച്ച് കാലം ക്യാരക്ടർ റോൾ ചെയ്തുകൊണ്ട് എല്ലാം ബോറായി എന്നല്ല ഉദ്ദേശിച്ചത്. കാരണം വെറും ക്യാരക്ടർ റോൾ തന്നെ പിടിച്ച് എന്തോ ഒരു കണ്ട് ഒരു മടുപ്പ് വരുമെന്ന് പറയുന്നില്ലേ, അതേമാതിരി ഇപ്പോൾ ഇതിനിടെ ഒരു പടം വലിയ ക്ലിപ്പായിട്ടില്ലെങ്കിലും നമ്മളെ വിനായകൻ ഇവരും സുരാജ് വന്നാർമൂടും കൂടി ചെയ്ത സിനിമയല്ലോ, ആ ഒരു ഹ്യൂമറില്ലേ അതൊക്കെ മേലെ നിൽക്കും. ആ ഒരു സീരിയസ് ഹ്യൂമർ എന്നെല്ലാം പറയും, ബ്ലാക്ക് ഹ്യൂമർ അല്ലെങ്കിൽ സീരിയസ് ഹ്യൂമർ. കാണുന്ന പ്രേക്ഷകർക്ക് ചിരി വരും, പക്ഷേ അതിൽ പറയുന്നത് കാര്യമായിരിക്കും. ആ ലെവലിൽ പണ്ട് കുതിരമ്പൻ ചേട്ടനില്ലേ, ആ ചേട്ടനെല്ലാം ചെയ്ത ഒരു റോളില്ലേ, അതിൻ്റെ അത്ര എത്തൂലെങ്കിലും ഒരു രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. എല്ലാം ഒരു സൈക്കോ ആണ്, ഒരു ലൈറ്റ് മോഡ് സൈക്കോളാണ്. ഇതിൻ്റെ അകത്തുള്ള സകലമാണോ സൈക്കോളാണെന്ന് എനിക്ക് തോന്നിയത്. ഞാനൊരു പ്രേക്ഷകൻ എന്ന നിലയിൽ എനിക്ക് തോന്നിയതാണ്. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് നിങ്ങൾ കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാവും. ഇതെൻ്റെ ഒരു അഭിപ്രായമാണ്. സിനിമ ഓവറോൾ മോശമില്ല, അടിപൊളി പടം. ക്ലൈമാക്സ്, സിനിമയ്ക്ക് പറ്റിയ ക്ലൈമാക്സ്.
പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ സുരാജ് വെഞ്ഞാറമൂടിൻ്റെ ഇപ്പോൾ മുറ ഇറങ്ങില്ലേ, മുറ വേറെ ഒരു അത് ക്യാരക്ടർ റോളും പിടിച്ചില്ല, ഒന്നും പിടിച്ചില്ല. ആ ഒരു സ്റ്റൈലിലുള്ള ഒരു ഫിലിം. അതിപ്പോൾ OTT അത്യാവശ്യം നല്ല ലെവലിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. സുരാജ് മോഹൻ്റെ തിയേറ്റർ വൈസും എക്സ്ട്രാ ഡീസൻറ്റ്. അതും ഒന്നുമില്ലെങ്കിലും നമ്മളെ മാർക്കോൻ്റെ ഒപ്പം അടിച്ചെത്തൂലെങ്കിലും ഇത് വേറൊരു പടം, മാർക്കോ വേറൊരു പടം. ആ റേഞ്ചിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും കണ്ടിരിക്കുക, ബോറാവില്ല. ജസ്റ്റ് 1 ടൈം വാച്ചബിൾ ഗ്യാരണ്ടി ചെയ്യാം ഈ ഫിലിം. ഒരു ഹ്യൂമർ ലെവലിൽ ഒരു മനസ്സിലൊന്ന് ഫ്രീ ആയിട്ട് ഇങ്ങനെ ഒരു ചിരിച്ചുകൊണ്ട് അങ്ങ് പോയിക്കോളും ഫിലിം. എന്തായാലും മോശമില്ല. സുരാജ് വെഞ്ഞാറമൂടിൻ്റെ ഒരു കോമഡി ട്രാക്കിലേക്കുള്ള ഒരു വരുമായിരിക്കും അത്. എന്തായാലും നന്നായി, കാരണം കോമഡി ആൾക്കാരിൽ ഇപ്പോൾ മലയാളത്തിൽ ചെയ്യാനൊക്കെ കുറവാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ആ സിനിമയെ പറ്റിയിട്ടുള്ള ഒരു ഓവറോൾ ആയിട്ടുള്ള ഒരു സംഭവം. ഫുള്ളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയെ പറ്റി പറഞ്ഞ മായി തന്നെയാണ്. അതുകൊണ്ട് ബാക്കി നിങ്ങൾ പോയിട്ട് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങൾ രേഖപ്പെടുത്തും. അപ്പോൾ ഓക്കെ, ടിൽ അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ.